യൂഷ്വലി നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. എന്റെ ഫോണിൽ അങ്ങനെ പാസ്വേഡ് ഒന്നും ഇല്ലല്ലോ, ഹി ക്യാൻ യൂസ് ഇറ്റ്. പിന്നെ എന്താ എന്നിൽ നിന്ന് എന്താ ഹൈഡ് ചെയ്യുന്നത്, എനിക്ക് എന്താ മൊബൈൽ എടുക്കാൻ പറ്റാഞ്ഞേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. ഇപ്പൊ സ്ത്രീകളുടെ സൈഡിൽ നിന്നും എന്റെ മൊബൈലിൽ പാസ്വേഡ് ഇല്ല, പക്ഷെ പുള്ളിക്കാരന്റെ മൊബൈലിൽ പാസ്വേഡ് ഉണ്ട്, എന്തിനാ ഹൈഡ് ചെയ്യുന്നത്? അത് റിലവന്റ് ആണോ? അങ്ങനെയുള്ള ഡൗട്ട്സ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ടെൻഷൻ ഒക്കെ റിലവന്റ് ആണോ? ഒരു വ്യക്തിക്ക് ഒരാളുടെ മുകളിൽ ഒരു സംശയം ഉണ്ടെങ്കിൽ എന്റെ പേഴ്സണൽ അണ്ടർസ്റ്റാൻഡിംഗിൽ രണ്ട് കാരണങ്ങളാണ്. ഒന്നിൽ ആ വ്യക്തിക്ക് സംശയം വരത്തക്ക രീതിയിൽ എന്തോ നടന്നിട്ടുള്ളത് ആ വ്യക്തി കണ്ടിട്ടുമുണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിലാവും, മേ ബി ഇറ്റ് കുഡ് ബി ഇൻ എ പാസ്റ്റ് റിലേഷൻഷിപ്പ്. മേ ബി ഞാൻ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു ആൻഡ് എന്റെ പാർട്ട്ണർ എന്നെ ചീറ്റ് ചെയ്തൊരു പെർട്ടിക്കുലർ പാറ്റേൺ ഉണ്ടാവും. സോ ഞാൻ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ട് പുതിയ റിലേഷൻഷിപ്പിൽ പോകുമ്പോഴും ഞാൻ അലേർട്ട് ആയിരിക്കും. ഐ നോ ഹൗ എക്സാക്ട്ലി. അപ്പൊ എന്റെ ആ ഒരു നെർവസ് സിസ്റ്റം ഫുള്ളി അലേർട്ട് ആയിരിക്കും. ആ അബദ്ധം പറ്റിയത് കൊണ്ട് ഈ വ്യക്തി ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യും, എസ്പെഷ്യലി ആ ഒരു പെർട്ടിക്കുലർ അവന്യൂല്. അപ്പം അതുകൊണ്ട് അത് ഞാൻ അലേർട്ടായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതൊന്ന്. സെക്കൻഡ്ലി മേ ബി ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് പേഴ്സൺ ആയാം. എന്ന് വെച്ചാൽ എനിക്ക് ഇതുപോലെ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കാം. എനിക്ക് റിജക്ഷൻ കിട്ടുന്നത്, നമ്മൾ റിജക്ഷൻ സെൻസിറ്റിവിറ്റി എന്ന് പറയും. എനിക്ക് ഞാൻ സ്നേഹത്തിലിരിക്കുന്ന പാർട്ട്ണർ എന്നെ റിജക്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര പെയിൻഫുൾ ആകും. ദാറ്റ് കുഡ് ബി എ ചൈൽഡ്ഹുഡ് പാറ്റേൺ. അങ്ങനെയുള്ളൊരു വ്യക്തിയാണെങ്കിലും ആ റിലേഷൻഷിപ്പ് നിൽക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ എന്നെ ചീറ്റ് ചെയ്യും എന്നൊരു ഫീലിലായിരിക്കും. സ്നേഹം ഉണ്ടാവും, ബട്ട് ഹൈപ്പർ അലേർട്ട് ആയിരിക്കും. അപ്പം ഇവരിങ്ങനെ ആ ചീറ്റിങ് ഒഴിവാക്കാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്, നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുവാണെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പാർട്ട്ണർ എപ്പോഴും ഫോൺ ഓപ്പൺ ആയിരിക്കും, മറ്റേ ആളുടെ ഫോൺ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് അത്. ആക്ച്വലി ഒന്നുകിൽ ഇപ്പം എന്റെ പാർട്ട്ണറുടെ ഫോൺ ഞാൻ എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ എന്റെ ഫോണും പാർട്ട്ണർക്ക് ഷെയർ ചെയ്യണം എന്നുള്ളത്, ദാറ്റ്സ് എ റൈറ്റ് ദാറ്റ് പാർട്ട്ണർ ഐ ഷുഡ് ഡു ദാറ്റ് എന്നുള്ളതാണ്. പിന്നെ ഫോൺ ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ആൾക്കാർ ഒത്തിരി പേര്. അതും ഇതുപോലെ രണ്ട് റീസൺസ് ആവാം.